ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എഗ് സാൻഡ്വിച്ച് ആയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് മുട്ട നടുവേ കീറി മുട്ടയുടെ യെല്ലോ പാർട്ട് ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് വേർതിരിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് ഇതിലേക്ക് മുട്ടയുടെ വൈറ്റ് പാർട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുപോലെ കളറൊന്ന് മാറുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സാൻഡ്വിച്ചിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സാധാ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റായി അറിയിക്കൂ. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.